അപ്പം DATAFLOW നിങ്ങൾ പാസ്സായി കഴിഞ്ഞു, ക്ലിയറായി. ഓക്കെ, പിന്നെ എക്സാമും ക്ലിയറായി. അതിനുശേഷം നമ്മൾ പിന്നെ ആ രജിസ്ട്രേഷൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ള പ്രോസസ്സിൽ മെയിനായിട്ട് അന്നേരമാണ് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും BLSും വെക്കേണ്ടത്. ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് അത് എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ഇല്ല. 6 months ആണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ DATAFLOW കംപ്ലീറ്റ് ചെയ്തു, എക്സാമും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ സമയത്തേക്ക് മാത്രമായിട്ട് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, BLS സർട്ടിഫിക്കറ്റ്, ഈ 2 സർട്ടിഫിക്കറ്റും അഡീഷണൽ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ലാസ്റ്റ് 228 നമ്മുടെ രജിസ്ട്രേഷൻ 220 dirhams രജിസ്ട്രേഷൻ ഫീസ് അതും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് വിത്തിൻ 1 day ഓർ ഒരു 3-4 daysനുള്ളിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. ഈ എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഈ എലിജിബിലിറ്റി ലെറ്ററും DATAFLOW റിപ്പോർട്ടും CV ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ ഹോസ്പിറ്റൽസിലും ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വൺസ് ജോബ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എംപ്ലോയറാണ് നമുക്ക് ലൈസൻസ് ആക്കി തരുന്നത്. അത് ക്ലിനിക്ക് എംപ്ലോയറിന് മാത്രമാണ് ലൈസൻസ് ആക്കാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ ഈ എലിജിബിലിറ്റി കിട്ടുന്ന അത്രയും ഒരു ഇതുവരെ നിങ്ങൾ പ്രോസസ്സ് ചെയ്തു വെക്കണം. എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിലേക്ക് വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് DHAയുടെ പ്രോസസ്സിംഗ് ആയിട്ടുള്ളത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൽ വേണ്ടത്? ഇപ്പോൾ ഒരു DATAFLOWയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ +2 സർട്ടിഫിക്കറ്റ്. ഇനി +2 പാസ്സാകാതെ 10th ആണെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്. ചില കൺട്രീസിലൊക്കെ 10th സർട്ടിഫിക്കറ്റാണ്. എന്തായാലും ഇന്ത്യയിൽ എല്ലാവരും തന്നെ +2 കഴിഞ്ഞിട്ടാണ് നഴ്സിങ്ങിനോ അല്ലെങ്കിൽ വേറെ പ്രൊഫഷൻസിന് പോകുന്നത്. അപ്പോൾ +2 സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏതാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ആ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് പല ഹോസ്പിറ്റലുകളിലും ഇവിടെ ഇപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട്, അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ അറ്റസ്റ്റേഷൻ ഡോക്യുമെൻ്റ് എല്ലാ ഡോക്യുമെൻ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റേറ്റ് ആവും. അപ്പം അതിൽ മെയിനായിട്ട് അറ്റസ്റ്റേഷൻ വേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റിനാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ UAE എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണം. പിന്നെ അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലൈസൻസ്, ഹോം കൺട്രി ലൈസൻസ്. അപ്പോൾ ലൈസൻസിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഏത് ലൈസൻസ് ചെയ്യാൻ വെക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ, കർണാടകയിൽ പഠിച്ചു, കേരളത്തിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഡൽഹി വർക്ക് ചെയ്തു, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കൗൺസിൽസ് ഉണ്ടാവും. DHAയിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആക്റ്റീവായിട്ടുള്ള രജിസ്ട്രേഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കർണാടകയിൽ പഠിച്ചതാണെങ്കിലും കർണാടകയിൽ വർക്ക് ചെയ്താണെങ്കിലും കേരള വെച്ച് കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് സ്റ്റേറ്റിലാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള MOH HAAD അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എവിടെയാണോ നിങ്ങൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് അവിടെയാണ് ആ ഒരു സെയിം സ്റ്റേറ്റിൽ തന്നെ രജിസ്ട്രേഷൻ വെക്കേണ്ടതാണ്, DATAFLOW ചെയ്യേണ്ടതാണ്. അപ്പോൾ DHA ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ആക്റ്റീവായിട്ടുള്ള രജിസ്ട്രേഷൻ വെക്കുക എന്നുള്ളതാണ്. അത് വാലിഡായിട്ടുള്ള രജിസ്ട്രേഷൻ വെക്കുകയും വേണം. ഇപ്പോൾ കർണാടക നഴ്സിംഗ് കൗൺസിൽ ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സീലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ലൈഫ് മെമ്പർ എന്ന് പറഞ്ഞ സീൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കാണുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈഫ് മെമ്പർ ആണെങ്കിൽ പോലും നമ്മൾ DATAFLOWയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ലൈഫ് മെമ്പറിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് അവർ തരുന്നില്ല. എന്നാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ നമുക്ക് ഒരു 3 years അല്ലെങ്കിൽ രണ്ടാമത് റിന്യൂ ചെയ്യുന്നതാണെങ്കിൽ 5 years ആ ഒരു എക്സ്പയറിയാണ് നമുക്ക് കിട്ടുന്നത്, DATAFLOWയിൽ കിട്ടുന്നത്. അപ്പോൾ അതിനൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് ലൈഫ് മെമ്പർ അടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ ബയോമെട്രിക് സിസ്റ്റം വന്നതിന് ശേഷം ഇപ്പോൾ കുറേ ചേഞ്ചസ് ഉണ്ട് കർണാടക നഴ്സിംഗ് കൗൺസിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തതിന് ശേഷം മാത്രം DATAFLOWയ്ക്ക് അപ്ലൈ ചെയ്യുക. അവിടെ വരുന്നൊരു പ്രോബ്ലം അതാണ്. പിന്നെ അടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ്. മാക്സിമം ലൈക്ക് 2 year ഗ്യാപ്പാണ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. 2 year ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 yearനുള്ളിൽ തന്നെ നമ്മൾ DHA എക്സാം എഴുതുകയും DATAFLOW കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത് കറക്റ്റ് എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് 2 yearനുള്ളിൽ കിട്ടണം. അപ്പോൾ ഒരു 1.25 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് DHAക്ക് അപ്ലൈ ചെയ്യാവുന്ന, എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉള്ള ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം എക്സ്പീരിയൻസ് ആണ്, മിനിമം 2 year എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു 10 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എല്ലാം DATAFLOW ചെയ്യാൻ നിന്നാൽ ഓരോ അഡീഷണൽ ഡോക്യുമെൻറ്റും 300 dirhams വെച്ച് വരും.
അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ഇയർ എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ 5 ഇയർ ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ഓരോ എംപ്ലോയ്മെൻറ്റ് ചെക്കിനും അല്ലെങ്കിൽ ഓരോ കോമ്പണൻറ്റ് ചെക്കിനും നമുക്ക് 300 അഡീഷണൽ ഓരോ ഡോക്യുമെൻറ്റിനും 300 ദിർഹംസ് അഡീഷണൽ ആയിട്ട് വരികയാണ്. അപ്പോൾ ലാസ്റ്റ് 2 ഇയർ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ 2 ഇയർ ഒരു ഹോസ്പിറ്റലിലെ മാത്രം ചെക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് CV-യിൽ കാണിക്കാൻ പറ്റും, ഓക്കെ ഇത്ര സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത്ര വർഷം എക്സ്പീരിയൻസ് എന്ന് കാണിക്കാൻ പറ്റും. ഡാറ്റാഫ്ലോയിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ അടുത്ത എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടാണ്, പിന്നെ ഫോട്ടോഗ്രാഫ്, ദെൻ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, BLS സർട്ടിഫിക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റും BLS സർട്ടിഫിക്കറ്റും ലേറ്റസ്റ്റ് സ്റ്റേജിൽ മതി. നിങ്ങൾ എക്സാം പാസ്സായി ഡാറ്റാഫ്ലോയും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഈ 2 ഡോക്യുമെൻറ്റും കിട്ടിയാൽ മതി. ബാക്കി ഉള്ള എല്ലാ ഡോക്യുമെൻറ്റും ഇത്രയൊക്കെയാണ് ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ സാധാരണയായിട്ട് കോളേജിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ട്രാൻസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റോ മേടിക്കുക. പിന്നെ അതിൽ ഈ കോഴ്സ് ഡ്യൂറേഷൻ, സ്റ്റാർട്ടിങ് എൻഡിങ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ക്രിപ്റ്റിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് കോഴ്സ് എൻഡ് ചെയ്തതെന്നുണ്ടാവും. ട്രാൻസ്ക്രിപ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. ഇതിൻ്റെ ഫീസ് ഏകദേശം എല്ലാ ഫീസ് ഡീറ്റെയിൽസ് എല്ലാം DHAയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ഫീസ് ആവും എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഓരോ ഫീസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡാറ്റാഫ്ലോയ്ക്ക് എത്ര ഡോക്യുമെൻ്റ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫീസ് എത്രയാവും എന്നുള്ളത് ഇതാവുന്നത്. എക്സാം ഫീസ് ഈക്വൽ ആയിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ ഫീസ് ഈക്വൽ ആയിട്ടുണ്ടാവും. പക്ഷേ ഡാറ്റാഫ്ലോയുടെ ഫീസ് മാത്രം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൗണ്ട് അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാഫ്ലോയുടെ പേയ്മെൻറ്റ് സെക്ഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നത്. DHA സംബന്ധമായിട്ടുള്ള എല്ലാ നിങ്ങൾക്ക് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ, ഈ വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഏതൊരു പ്രൊഫഷനാണെങ്കിലും ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, നഴ്സസ് എല്ലാ പ്രൊഫഷൻസിനും നമ്മൾ അസിസ്റ്റൻറ്റ് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈസൻസിങ്ങിനെ കുറിച്ചുള്ള DHA ലൈസൻസിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നഴ്സിംഗ് മന്ത്ര വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് മന്ത്ര വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.